ഓ ഇതാണല്ലേ ഓഫീസ്. അല്ല ഇത് ശരിക്കും എന്താ ഇത് പരിപാടി? ഇത് ക്ലബാണ്, ഇവന്റ് മാനേജ്മെന്റ് അല്ലേ? ആ ഓക്കെ 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 ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അല്ല അതിന്റെ ഇതാണോ, അതിന്റെ ഇനാഗുറേഷൻ ആണോ ഇന്ന്? അപ്പോ ഇവര് ഒഫീഷ്യലായിട്ട് ഇവർ കുറെ നാളായിട്ട് ഇവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അതായത് ബാക്കി സംഭവമൊന്നും ഇല്ലായിരുന്നു. ഓഫീസ് അങ്ങനെ സംഭവം വണ്ടിയൊന്നും ഇല്ലായിരുന്നു അവർക്ക്. അതൊക്കെ ഇന്ന് അവർ കൊണ്ടുവരണം സിറ്റിയില്. ഓ ഓക്കെ 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 ഓക്കെ. കാർലോ എന്തി? കാർലോ ഒന്നുമില്ലല്ലോ. കാർലോ വാ. അണ്ണാ അത് ടി വിയുടെ ഫോട്ടോ അല്ല, പെട്ടെന്ന് ടി വിയുടെ ഒരു ഫോട്ടോ അല്ലേ? ഇല്ല അല്ലടാ. ഓക്കെ 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 ആണ് അണ്ണാ ഇതിലെല്ലാരും ഇല്ലല്ലോ അണ്ണാ, ഫോട്ടോ മാറ്റണം. ചന്ദ്രനുണ്ടല്ലേ ഇതില്? പിന്നെ ചന്ദ്രനുണ്ട്. പിന്നല്ലാതെ ഞാൻ വന്നില്ലേ ഫോട്ടോ എടുത്തപ്പോ? ഇല്ല, നീ ഇല്ല ഫോട്ടോ എടുത്ത സമയത്തില്ലേ? ചന്ദ്രൻ കിടന്ന് നേരം കാറിലുണ്ടോ ഇവിടെ? എൻട്രി തന്നെ ചന്ദ്രൻ. സിറ്റിക്കകത്തും സിറ്റിക്ക് വെളിയിലും എല്ലാം ഇത് തന്നെ. പുതിയ ഡ്രസ്, പിള്ളേരെ പുതിയ ഡ്രസ് കൊള്ളാം കേട്ടാ. എന്താ ഫോട്ടോയ്ക്ക് മുമ്പ് കൊടുക്കണ? അങ്ങനെ ഒരു മാല, ഒരു സാമ്പ്രാണി, അതിന്റെ ഒരു ഉടനെ വെക്കാം. ചന്ദ്രൻ എന്താ പൊത്തി പിടിച്ചേക്കുന്നതെന്ന് ചോദിക്കണേ. ഓറടിക്കുന്നല്ലേ? ഓറ ഭയങ്കര ഓറ അടിക്കണം കേട്ടോ അവിടുന്ന്. ചേട്ടന്റെ സ്റ്റൈൽ കണ്ടാടി. ഇങ്ങോട്ട് കൊണ്ടുപോകണം. വണ്ടി ഒന്നും ഇല്ലാണ്ടാണ് സ്പെഷ്യൽ സാധനം അപ്പുറത്തെ റൂമുണ്ട്. പഴയ ഫോട്ടോ അണ്ണന്റെ ഫോട്ടോ ഇങ്ങോട്ടോ, അണ്ണ ഇങ്ങോട്ട് കാര്യം പറ്റി ഇങ്ങോട്ടാ. അതായത് അണ്ണ ഇത് കണ്ടാ ഫ്ലക്സ് അടിക്കാൻ കൊടുത്തേക്കുവാ, ഉണങ്ങിയില്ല. അല്ലെങ്കിൽ ഇവിടെ അണ്ണന്റെ ഫോട്ടോ പറഞ്ഞ അവിടെ. അണ്ണന്റെ ഫോട്ടോ അവരുടെ മനസ്സിലുണ്ട്, മനസ്സിലായില്ലേ? അതാണ് അവര് വെക്കാത്ത. അവരുടെ ഹൃദയത്തിലുണ്ടെണ്ണ. അണ്ണന്റെ അതാണ് ഹൃദയ. അണ്ണന്റെ ഫോട്ടോ ഇല്ലല്ലോണ്ണ. എടാ എന്റെ ഫോട്ടോ ഒക്കെ എന്റെ അടിയന്തര ചടങ്ങല്ലത്. അല്ല പൂജാപുറിൽ കാണാൻ പറയാൻ പറ്റില്ലേ? വീണ്ടും ഇൻസൾട്ട്. ഇരിക്കാൻ കസേരയില്ല. ഇവിടെ നിക്കണല്ലേ? ഇരിക്കൊരു കസേര. കാസ്ട്രോയെ വിളിക്കാറില്ല ബ്രോ. ഇത് എന്റെ ഇവന്റ് അല്ല ബ്രോ, ഞാനല്ല നടത്തുന്നേ. ഞാൻ കാസ്ട്രോയെ വിളിക്കായിരിക്കും, ഞാൻ കാറിനോട് കൂടെ അല്ലേ നിക്കുന്നേ ബ്രോ. ഇത് ഞാൻ നടത്തുന്ന ഇവന്റ് അല്ല. അണ്ണ ഒരു പരിപാടി അലമ്പാക്കല്ലേ പ്ലീസ്. ചന്ദ്രന്റെ നീ പറഞ്ഞോ, നീ ടെൻഷൻ നീ പറഞ്ഞോ. കയ്യിറക്കുന്നു. ഹലോ ഹലോ പറഞ്ഞോ.
ഫ്രീ ആയിട്ട് പറഞ്ഞോ നീ. അതെ അതെ നമ്മളൊന്നും പറയൂ പറഞ്ഞോ. ഇത്രേ ഉള്ളൂ അവന്മാര്. അതായത് കുറെ നാളായിട്ട് അവര് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഇതിന്റെ പുറകെ. ഫ്രണ്ടിലോട്ട് പോയി സംസാരിക്കൂ. ഏകദേശം ഒരു 9 മാസം ഇവര് തുടങ്ങിയിട്ടാ. അപ്പൊ എന്തേലൊക്കെ ചെയ്തു വരും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. പിന്നെ നമ്മുടെ അവൈലബിലിറ്റി കുറെ പ്രാവശ്യം അങ്ങനെ 2 പ്രാവശ്യം തുടങ്ങി, അങ്ങനെ എല്ലാം കൂടി അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ പുറകെയായിട്ട് നടക്കും ഇങ്ങനെ. അപ്പോ ഇല്ല നമുക്കിനി മുതുക്കിലാണ് ബാക്കി നമ്മുടെ വണ്ടിയുടെ റിവ്യൂലിംഗ്. ഓക്കെ എടാ, ബാക്കി വണ്ടിയുടെ റിവ്യൂലിംഗ് ലൈക്ക് മുതുക്കിലാണ്. ഇവിടെയാണ് അവരുടെ ഓഫീസർ. നമ്മുടെ മറ്റേ മെയിൻ സിറ്റിയിലും ഇവിടെ ആയിരിക്കും അവരുടെ ഓഫീസും ബാക്കി സംഭവങ്ങളൊക്കെ പറഞ്ഞത്. അതോ മലയാളത്തിലല്ലേ പറഞ്ഞേ? അത്രയുള്ളത്. അപ്പൊ മുതുക്കിലോട്ട് ബാക്ക് ടു മുതുക്ക്. വാ അത് ചന്ദ്ര ചന്ദ്ര ഇതെന്താ ഇത് പള്ളി. ഇത് മൊത്തം ഡിസ്പ്ലേ ആയിരുന്നു. ഇത് കൊള്ളാൻ കേട്ടത്. ഇത് കൊള്ളാൻ സെറ്റപ്പ് കേട്ടാ. കറക്റ്റ് ഫ്രെയിമിൽ നടന്നിട്ടുള്ള ഒരു സീൻ കിട്ടും. ഇല്ലൂഷൻ പോലെ ഫീൽ ചെയ്യണത്. എനിക്കൊന്ന് ഇലൂഷൻ കൂട്ടൊക്കെ തോന്നുന്നു. സത്യം എനിക്കും ബാക്കിലോട്ട് പോകുന്ന കൂട്ടൊക്കെ തോന്നുന്നു. അരി പാട്ട് കൊള്ളാം. പാട്ട് കൊള്ളാം. KV വന്നില്ല. അവരോ കയറണ്ടേ. എല്ലാരും കൂടെ അപ്പൊ ഒരു ഫ്രെയിം കിട്ടും. എടാ ഈ ബസ് കൊണ്ടുവരുന്ന ആരടാ? എടാ നീ ആ ബസ് കൊണ്ട് നിർറ അവിടെ. ആക്കി വിട്ട് ഇനി അണ്ണൻ എങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേ പറഞ്ഞ കാർലോ വാ, ഫ്രണ്ടിലോട്ട് വാ. കാർലോ വാ. ഇവന് തട്ടി നിക്കണം. സഹോദര ഹലോ. ആണല്ലോ കൊളീസ്. അണ്ണാ ആ? അണ്ണാ സാറേക്ക് നോക്കണ്ണ കണ്ടിട്ട് വിഷമമാണ്. എടാ എനിക്കത് അറിഞ്ഞൂടാ. അങ്ങനെ ഗാങ്ഡേഴ്സ് ഇടാവോ ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല അവനൊരു പാന്റെങ്കിലും ഇടാൻ കുറച്ച് നോടി വരാമോ? ഇനിയുണ്ട്. സ്റ്റാമിന നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സത്യം. ഹലോ കേക്കുന്നുണ്ടോ? റേഡിയോ കേൾക്കുന്നുണ്ടോ? കേക്കാം. വാസണ്ണനെയും കാർലോനെയും മുമ്പോട്ട് കൊടുക്കുന്നു. പാട്ടിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. കാർലോ ഡോർ ഓപ്പൺ. പിരമിഡ് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതെ അതാണ് നമ്മൾ പണിഞ്ഞ കുറച്ച് സാധനങ്ങളെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ലാസ്റ്റ് ടൈം. നടന്ന ചാവും കേട്ടോ എല്ലാരും. ഓടിക്കോ. ഇത് അടഞ്ഞു പോവും. അയ്യോ വേഗടിക്കോ. എന്റെ നിഴല് തെങ്ങ് വലിച്ചിരിക്കുന്നവരുണ്ടല്ലേ തലമുടി. വെയിറ്റ് ആണ്, എല്ലാവരോടും വെയിറ്റ് ആണ്. ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ
തലപതിനെ വിളിക്കുന്നത് എല്ലാരും അവരവരുടെ പൊസിഷനിൽ നിന്നോളി. ഇത് എവിടെ ഇരിക്കും കണ്ടു കാണുന്നില്ല. ഹലോ ഞാൻ ഉണ്ട് അടുത്ത് ഫ്രണ്ട് ഞാനുണ്ട് നീ ഞാനാണെന്ന് പറഞ്ഞ കാറിലാണ് പിടിക്കണത്. എനിക്കതൊക്കെ ചൂടിനെ കുറുക്കൊരു ആരോ കണ്ടോണ്ട് കറണ്ട് വരും. ഇല്ല കറണ്ട് വേണ്ട കറണ്ട് വേണ്ട. പടം കണ്ടു വീഡിയോ കണ്ടു. ഫ്രണ്ടില് 2 പ്രേതമല്ലോ. നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്കിവിടെ ഒരു ബിസിനസ്സും വേണ്ട, എനിക്കിവിടെ ഒരു കോപ്പും വേണ്ട. നീയൊക്കെ ഒരു 4-5 എണ്ണം ഇവിടെ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഇതാണ് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് പോണേന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. മനസ്സിലായ? എനിക്ക് ബിസിനസ് അല്ല, ഞാൻ ബിസിനസ് എടുക്കാൻ ഇത് മെയിൻ ആയിട്ട് സജീനെ ഏൽപ്പിച്ചിട്ടാണ്. എനിക്കിത് ബിസിനസ്, ഞാനൊരു ബിസിനസിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സാധനമല്ല ഇത്. നിങ്ങളെ കൊണ്ട് ഹാർഡ് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് എനിക്കൊരു ബിസിനസ് ഉണ്ടാക്കണം എന്ന് ഉള്ള ഒരു മൈൻഡ് തുടങ്ങിയ സാധനമല്ല ഞാൻ. ഇത് കുറച്ചു പേര് നിങ്ങളിപ്പോ രായൻ വെല്ലാരീനെ അന്തേരീനൊക്കെ അവൻ നോക്കിയതുപോലെ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് പിള്ളേർ അവര് നല്ല ഇതിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതാവാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇതിൽ നിന്നുകൊണ്ട് നല്ലൊരു എന്തെങ്കിലും സിറ്റിയിലോ പുറത്തോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതാവാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയത് തന്നെ. നമ്മളിവിടെ ഫീൽഡില് പുതിയതാണെങ്കിലും എന്റെ പേര് ചന്ദ്രൻ. നാഥൻ ആരാ? ഓക്കെ, എന്താ പറയാ? അതെ എനിക്ക് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലടേ. ഈ സിറ്റി വന്നപ്പോ ഒരു ഗ്യാങ് എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബോസൻ കൂടെ ഓണം അല്ലേന്ന്. അതില് എടാ സിറ്റി കയറാത്ത ഓർത്ത് സിറ്റി കയറുമ്പോ ഇങ്ങനെ വന്ന് ചോദിക്കണമെങ്കിൽ എടാ എനിക്ക് ഇതിലും വലിയ അഭിമാന നിമിഷമൊന്നും ഇല്ല വേറെ. നാടിന്റെ പൊന്നോമന പുത്രന് ജന്മദിനാശംസകൾ. നാടിന്റെ ഇവിടെ നിൽക്കുന്നൊക്കെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരൊക്കെ അല്ലേ? പിന്നെ നീയൊക്കെ എന്താണ് വിചാരിച്ചേ? മറ്റേ ആഴ്ചയിൽ പൈസ മേടിക്കാൻ വേണ്ടി മാത്രമാണ് ബ്ലാക്ക് മാഫിയ നമ്മൾ കൂടെ നിർത്തിയേക്കണെന്നോ? ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അപ്പൊ അമ്പത്തൂര് ഏൽപ്പിച്ച ഒരാള് പോലും നമ്മുടെ ആർപ്പിക്കാത്ത ഇന്റർവ്യൂ വരാതെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. കണ്ടാ, നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തില്ല. നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്ക് ലെവിയെ മാത്രമേ അറിയുള്ളൂ. ബൈ ബൈ, ടാറ്റാ. എന്താ താങ്ക് യു. നമ്മള് എല്ലാരും ഒത്തുകൂടി അടുത്ത ഉടനെ എല്ലാവർക്കും കാണണം. എവിടെ കേട്ടാ
എല്ലാരും കാണാൻ പറ്റും 6 മണിക്കൂർ പ്രതീക്ഷയില്ല ഞങ്ങൾ പരിപാടിക്ക് പോലെ എത്തും അങ്ങനെ കാണുമ്പോൾ ഡേവിഡിനെ കാണാൻ പറ്റും. 3 years of Black Mafia. 3 വർഷമായല്ലേ. താങ്ക് യു ഡ്രീമർ ഗെയിമിംഗ്. മീൻസ് ലോട്ടറാ. ഇനിയുണ്ടോ? ഇനി ബ്ലാക്ക് നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്കിവിടെ ഒരു ബിസിനസ്സും വേണ്ട, എനിക്കിവിടെ ഒരു കോപ്പും വേണ്ട. നീയൊക്കെ ഒരു 5 3 വർഷം ശരിക്കും ശരിക്കും ബ്ലാക്ക് അപ്പൊ ടിവിക്കും പിന്നെ നമ്മളെ ചന്ദ്രനും താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാ എന്തിന് പറയണമെന്ന് പറഞ്ഞൂടാ. കാരണം നമ്മൾ വിചാരിച്ച പോലെ പരിപാടി നടന്നിട്ടില്ല. ഒന്നാമത്തെ ഇല്ല കേവി എല്ലാരും നമ്മള് വിളിച്ചിട്ട് വന്ന എല്ലാരും താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ലൈക്ക് നമ്മള് ക്ലബായതിനു ശേഷം നമ്മള് കുറച്ച് ഇങ്ങനെ റിവ്യൂലും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾ നോക്കിയിട്ട് ഒരു 9 മാസമായി. പക്ഷെ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല. കൊറേ അതായത് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ശോകമായി മൊത്തത്തിൽ നിൽക്കുവാണ്. നമ്മള് ഇത് നടത്തിയപ്പോ തന്നെ നമ്മൾ ഇതിന്റെ ബാക്കിൽ 48 മണിക്കൂർ ഇരുന്നിട്ടും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പരിപാടിയും മര്യാദ നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം വേറെ ബാഡായിട്ടൊന്നും എടുക്കരുത്. നിങ്ങൾ കുറെ ഡിലേ ആയെന്നും ഭയങ്കര ശോകമായെന്നൊക്കെ മനസ്സിലായി. നമ്മളെ സൈഡിൽ നിന്ന് ഒരു സോറി ചോദിക്കുകയാണ്. അങ്ങനൊന്നുമില്ലടാ, അടിപൊളിയായിരുന്നടാ. അങ്ങനൊന്നുമില്ല. 2 വാക്ക് സംസാരിച്ചാണ്. 2 വാക്ക് പറയാൻ വേദിയിലേക്ക് നമ്മൾ വാസുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ചന്ദ്രൻ ശരിക്കും 3 വർഷമായല്ലേ ബ്ലാക്ക് മാഫിയ തുടങ്ങിയിട്ട്? 3 വർഷം. നല്ല മാറ്റം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, 3 വർഷം ആയി എന്ന് ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് സമയമൊക്കെ പോയെന്ന് മനസ്സിലായത്. ആൻഡ് ഞങ്ങൾക്ക് ടി വിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങനെ ആ ഒരു സമയത്ത് കെ വി ആയിട്ടൊക്കെ റൈവലറി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രദർഹുഡ് ഗ്യാങ് എന്ന് പറയുന്നത് ബെല്ലാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇനിയൊരു ഫ്രണ്ട്ലി ഗ്യാങ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ ആ ഒരു സമയത്തൊക്കെ ഇരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണെങ്കിലും അതിന് മുമ്പ് തൊട്ടും ചന്ദ്രൻ അവൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കുറച്ച് നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മാഫിയ ഒരുപാട് കാര്യത്തിൽ, ഫണ്ടിൻ്റെ കാര്യത്തിലും ഹീലിങ്സിൻ്റെയും ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ഗ്രോത്തിന് നിങ്ങൾക്കും ഒരു വലിയൊരു പാർട്ടുണ്ട്. ഇതിന് ആദ്യം തന്നെ എല്ലാ ബ്ലാക്ക് മാഫിയ മെമ്പേഴ്സിനോട് ഞാൻ ഒരു ബിഗ് താങ്ക് യു പറയുന്നു. ആൻഡ് എന്താ പറയുക, നമ്മുടെ ടി വി ഗ്യാങ്ങിൻ്റെ ഒരു കോ ലീഡർ എന്നുള്ളതിന് അപ്പുറത്തോട്ട് അവൻ ഇതേപോലത്തെ ഒരു ബ്രദർഹുഡ് കൂടി ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്തതിൽ ഡ്രീമറിനോടും ചന്ദ്രബോസിനോടും ഞാൻ പ്രത്യേകം ഒരു അപ്രിസിയേഷൻ അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടി അവിടെ ചന്ദ്രബോസും ഉണ്ട്. അപ്പം എന്താ പറയുക, എല്ലാം കൊണ്ടും ഞങ്ങളെ പരിപാടിക്ക് വിളിച്ചതിനും ഇതിനകത്തൊക്കെ ഞങ്ങളെ ഇൻവോൾവ് ചെയ്തതിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനും എല്ലാം ഒരുപാട് താങ്ക് യു ബ്ലാക്ക് മാഫിയോട്. ആൻഡ് വിഷിങ് യു വെരി ഓൾ ദ ബെസ്റ്റ്. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ സിറ്റിയിലെ ഇവൻറ്റ്സും പരിപാടികളൊക്കെ, ഇനി വരുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഞാൻ കാർലോയെ വിളിക്കാം. കാർലോ 2 വാക്ക് സംസാരിക്കാമെന്ന്. കാർലോയും കൂടെ ഒന്ന് വരണം. ഞാനവിടെ ഒതുങ്ങിയിരിക്കരുത്. ഹലോ ഞാൻ എനിക്ക് ചന്ദ്രന്റെ കേൾക്കണ്ടോ? ഹലോ ചന്ദ്രന്റെ ക്ലബ്ബാന്ന് അറിയാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റിയില്, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കേവികൾ എല്ലാരും ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി താങ്ക് യു.
നമ്മള് ഈ ബസ്സും സംഭവങ്ങളും ബാക്കി സെറ്റപ്പും പോസ്റ്ററും ഒക്കെ കണ്ടപ്പോ തന്നെ സത്യം പറഞ്ഞ വണ്ടർ ഇപ്പൊ ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഇപ്പൊ ഉള്ള ഇവിടെ ഉള്ള ബസ് സിറ്റി ഇറക്കിയാൽ കൊള്ളാതുണ്ട്. നല്ല രസമാണ്, നല്ല രസമുണ്ട് ബസ്സാണെങ്കിലും. അപ്പോ BMന്റെ ഈ ഒരു പരിപാടിക്ക് ഇവർക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോട്ടെ. അപ്പോ എനിക്ക് മുന്നത്തെ പണ്ടത്തെ സംഭവങ്ങൾ ഇതേപോലെ TV അടിയ സമയത്തുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പേഴ്സണലി അറിഞ്ഞൂടാ. ഇവിടെ വന്നിട്ടാണ് പിന്നെയും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോ ഇനി മുന്നോട്ട് എല്ലാം നല്ല രീതിയിൽ പോട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത് 2 വാക്ക് പറയാൻ വേണ്ടി രായണ്ണനെയും കൂടെ കൊറേ പുറത്ത് ലിവിയായിരുന്ന അല്ല ഇവൻ നമ്മളെ പഠിക്കുന്നവരെ കൊറേ ഇതിന്റെ പിറകില് നല്ലപോലെ എഫേർട്ട് എടുത്ത് കൊറേ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതായിട്ട് ചെയ്യുന്നല്ലേ. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് ഇവര് നല്ല പരിപാടിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. അന്ന് ഞാൻ ഉണ്ടായിരുന്നു. ഇവർക്ക് അതിന്റെ ഒരു സ്കില്ലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ഞാൻ ഈ സിറ്റി തന്നെ പല ബർത്ത്ഡേ പരിപാടി ആയാലും ഇതൊക്കെ ഇവർ ചെയ്യുന്ന കണ്ടിട്ട് കുറെ അടിപൊളിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അടിപൊളി പരിപാടി ഇതേപോലെ ചെയ്യാ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത്ര തന്നെ എല്ലാവർക്കും ഇത് അവിടെ അവർ സജിയുടെ കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേട്ടാ. നീ ഒന്ന് കയറി സംസാരിക്കും, നീ ഇവിടെ ഒന്ന് കയറി സംസാരിക്കും. നമ്മുടെ മെയിൻ ആൾക്കാരെ സോ സത്യം പറഞ്ഞ ഒരു മൊമെന്റില് എന്താ ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളൊരു 3 വർഷം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു ജേണി ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഇമോഷണലി കുറച്ച് ഇതായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എവിടെ നിന്നാ തുടങ്ങിയെന്ന്. ആദ്യം സജിമോൻ എന്റെ മോഡറേറ്റർ ആയിരുന്നു. ഐ മീൻ പുറത്തെ ആളായിരുന്നു. അവനകത്ത് വന്ന് ഞാൻ ഗ്രൈൻഡിങ്ങിൽ കുറച്ച് മുണ്ടിയൊരു സമയം തൊട്ട്, അന്ന് ഞാൻ കോലീഡർ അല്ല ടിവിയുടെ, ആ സമയം തൊട്ട് എന്നെ അവൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. എന്റെ ആ ഒരു സിറ്റിയിലെ മുണ്ടി കണ്ടിട്ട് തരണമെന്ന് പറഞ്ഞ് സിറ്റി വന്നതാണ് അവൻ. അന്നേരം രായൻ ബെല്ലാരിയൊക്കെ നോക്കുന്ന ടൈം. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രായൻ അങ്ങനെ കുറച്ച് പിള്ളേരെ കൊണ്ടുവന്ന പോലെ എന്താ പറയാ, ലൈക്ക് കുറച്ച് പേരെ ഒരു ഗ്രൂപ്പ് പോലെ വേണം. അന്നൊരു തമാശ പോലെയായിരുന്നു. അപ്പൊ സജി വന്നു, അവനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പേരെ ഇതിനകത്ത് കൊണ്ടുവന്നു. അങ്ങനെ തുടങ്ങിയൊരു ഗ്രൂപ്പാണ്. അത് മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ ഗെയിമിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാം നിങ്ങൾ പുറത്ത് എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ പറയാ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എടാ ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങളുടെ പഠിത്തം ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്, ഐ മീൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ കാണുന്നതിലും. അകത്തും പുറത്തും നിങ്ങൾ ഒരുപോലെ, ഞങ്ങൾ TV വരെ 30 പേര് എങ്ങനെയാണ് അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ഗെയിമിന് പുറത്തും നിങ്ങൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് അറിഞ്ഞാലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട് വേറൊരു കാര്യം. അപ്പോ ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ. ഈ സജീനെ ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. അവനില്ല, അവന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ടുള്ള ഇതൊക്കെ വന്നപ്പോ അവൻ ഇതായിപ്പോയി. എസ്പെഷ്യലി എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ. എല്ലാരടുത്തും ഈ സ്ഥാനം ഏറ്റെടുത്ത് ലെവി ചെയ്തതില് അവന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഇതിന്റെ അപ്പുറത്ത് നീയാണ് മെയിൻ ആയിട്ട് നിന്നിട്ട് ഇതെല്ലാം ചെയ്തത്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് സിറ്റിയിൽ എനിക്ക് നിങ്ങളെ അന്നും ഇന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നിങ്ങളെ ഗ്യാങ് ആയിട്ടോ വേറെ രീതിയിലൊന്നും കാണണ്ട. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ സിറ്റിയിൽ ചെയ്യണം. ഐ മീൻ ഇതിപ്പോ ഗ്യാങ് ആയിട്ട് നിന്നിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലബ്ബായിട്ടാണെങ്കിലോ ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലോ നിങ്ങളെ കൊണ്ട് ഒരു കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സിറ്റിയുടെ ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ആ വാക്ക് നിങ്ങൾ ഇതുവരെ കീപ്പ് അപ്പ് ചെയ്തോ, അതിന് ഭയങ്കര സന്തോഷം. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ പുതിയ ബിസിനസ്സും ബാക്കി പേരെല്ലാം നന്നായിട്ട് നടക്കട്ടെ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് എല്ലാവരുടെ അടുത്തും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയുണ്ട്, ആരും പോവല്ലേ. ചെറിയൊരു അപ്ഡേറ്റ് പറയാന്ന് വെച്ച് കഴിഞ്ഞാ
നമ്മളെ സിനിമാറ്റിക്സ് ഫുൾ ആയിട്ടില്ല. അപ്പൊ നമ്മളൊരു ക്ലിംസ് പോലെ കാണിച്ചിട്ട് ഫുൾ വീഡിയോ സൂൺ വരുന്നതായിരിക്കും. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചില്ലായിട്ട് പോവാം. അതായത് ടെർസറർ അല്ലേടാ? Guys, വേണം to enter the base. This is not an easy task. So എല്ലാരും be alert. അപ്പൊ എങ്ങനെ പിള്ളേരെ ഇത് നമ്മ തൂക്കുമല്ലേ? ഓഹോ അല്ല ഇത് എന്തിന്? ഇതെന്താ ഇത്? അങ്ങോട്ട് അളി അത് കൊള്ളാലേ. ഇനിയിപ്പോ അടുത്തിപ്പോ എന്താ ചെയ്യാ? ഹെലി എന്ത് രസോടെ കാണാൻ. എന്റെ അമ്മ ഹെലി കസ്കി. ഹെലി വിഷയം. ഇത് നമ്മുടെ മറ്റേ ഗോഡ്സില്ലയുടെ ഒരു ഇതുണ്ട്. മിക്കവർ തന്നെ ചെയ്തേക്കുന്നല്ലേ? ഹെലി എന്റെ അമ്മു. ഹെലി ഒരു സാധനം. ഹെലി തൂക്കി. സത്യമല്ലേ? ഹെലി കൊണ്ടുപോയി. സത്യം. ആ വണ്ടിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഹെലിയാണ്. എന്ത് സാധനം. ഫുൾ വീഡിയോ ഒരു 2-3 ദിവസം. ചന്ദ്ര പറയുവാണെങ്കിൽ നമ്മള് കറക്റ്റ് പറയുകയാണെങ്കിൽ 48 മണിക്കൂർ ഇതിന്റെ ബാക്കി ഇരുന്ന് എടുത്ത 30 റോ ഫുട്ടേജസ് ക്രാഷ് ആയി. എല്ലാം സെറ്റാണ് സെറ്റാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹെലി കൊണ്ടുപോയി കേട്ടാ. ഹെലി കൊണ്ടുപോയി ഇന്നത്തെ. പിന്നെ വേറൊരു അപ്ഡേറ്റ് നിങ്ങളെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സെർവർ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഇനി സിറ്റിയിൽ അങ്ങനെ ബ്ലാക്ക് മാഫിയ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പുതിയ നെയിമും കൂടെ അനൗൺസ് ചെയ്യണതാണ്. അത് നമുക്ക് ഇനിയിപ്പോ വണ്ടി കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഓക്കെ അതെ. ചന്ദ്ര ഹെലി കിടിലോടാ. പുതിയ ക്ലബ് വരുന്നുണ്ട് ചന്ദ്ര. 2 വണ്ടി യൂസ് ചെയ്യാം. ഹെലി മേടിച്ചു പറ്റുമോ? എല്ലാരും സ്ക്രീനിന്റെ ബാക്കി പറഞ്ഞേ. സൈഡിലൂടെ നടന്നാ. അയ്യോ എനിക്ക് നേരത്തെ ഉറക്കം വരുന്നു. അയ്യോ ഉറക്കം വരില്ലേ? ഇന്ന് ജെയിംസ് ബോണ്ടിനെ കളിച്ചില്ലേ? ഇവന്മാരെ കളിക്കും. എല്ലാരും എത്തിയില്ലെല്ലാരും. എന്റെ അമ്മ ഹെലി നോക്കടാ. ഇത് ട്രക്കിനെ പോലെ ഉണ്ടല്ലേ? എന്റെ പൊന്നു. അപ്പൊ ഇതാണ് നമ്മളെ ഇതെന്തൊരു സാധനം ഈ ഹെലി? എന്റെ അമ്മു.
ഇവിടെ ഹേലി ഒരു രക്ഷയില്ല മയില്. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗോഡ്സിലയുടെ നമ്മുടെ ഷിന്നിന്റെ ഒരു ഇതില്ലടാ അതിന് ലുക്കുണ്ട് എടാ ഹേലി വേറെ സത്യം പറയല കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്ക് ആ പറയടാ ഈ റിവീലിന്റെ ഇത് ആരും ചെയ്തെന്നറിയോ? അത് അവനാണോ ചെയ്തേ? നിഞ്ചയാണോ ചെയ്തത്? ഓക്കെ ഗൈസ് എനിക്ക് വണ്ടിയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഹേലിയാ ഗൈസ്. എനിക്ക് വണ്ടി അത്രക്ക് ഇഷ്ടപ്പെട്ടെന്നല്ല, കമ്പാരിറ്റീവ്ലി ഹേലി കൊണ്ടുപോയി. എനിക്ക് സത്യം നിങ്ങളത് നോക്കുക ഗൈസ്, അതിന്റെ ഷേപ്പും എടാ നോക്കടാ, ബ്ലാക്കിൽ കാണാൻ എന്ത് രസോടാ സാധനം. എന്റെ അമ്മ നോക്ക്. ഒയ്യോ ഒന്നും പറയാനില്ല കേട്ടാ. ഒരു മിനിറ്റ് ഒന്ന് മാറിയടാ, ജസ്റ്റ് ഒന്ന് അതിന്റെ ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ടെന്നാ? അതെന്താ അങ്ങനെ ഒരു പരിപാടി? അതാരും ഉണ്ട്, ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ട്. ഇതിന് പൊളിഷല്ലേ? സത്യം ന്യൂ നെയിം നോക്കുന്നു. എന്താണ് ഇമ്പാക്ട് ബിൽഡ് ബൈ ചന്ദ്രബോസ്. എടാ പുതിയ നെയിം എവിടെയാ കാണിക്കുന്നേ? എവിടെ? ഓ ഇതാണല്ലേ, ഇത്രയും വലുതായിട്ട് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. ബോൺ മെർസലസ്. ആ പറയടാ അണ്ണാ, അവർക്ക് BMA ബ്ലാക്ക് മാഫിയ എന്ന് പറഞ്ഞ് പേരിടാൻ പറ്റത്തില്ല ഇനി. അവർക്ക് പേരിടാൻ പറ്റത്തില്ല ഇനി, കാരണം അത് പുറത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്. ഇപ്പം അറിയാലോ അത്. അപ്പൊ ഇത് മാറ്റി അങ്ങനെ BM എന്ന് മാറ്റി അവരെ പുതിയ പേര് പറഞ്ഞാൽ ബോൺ മാർസലസ് എന്നാണ്. ഇവിടെ അതിന്റെ പാട്ടിന്റെ ബാക്കിലാണ് നേരെ മാറ്റിയത്. ഹെലി സെക്സി സാധനം, ഒരു രക്ഷയില്ല, കിട്ടില്ല. ഞാൻ ത്രൂ ഔട്ട് ഈ പ്രോഗ്രാമിൽ എല്ലാത്തിനും ഞാൻ പറയാം, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇറക്കിയതിൽ ആ ഹെലിയിൽ സത്യം പറഞ്ഞ ഒന്നും പറയാനില്ല, കീച്ചൻ സാധനം. ഞാൻ മിക്കവാറും ഇത് കൊണ്ടുപോയി TV സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ ഇടുവേ. വണ്ടി പോയി